ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത നമ്മളുടെ ഇന്നർ ലൈഫിനെ കുറിച്ചാണ്. നമ്മളുടെ ഇന്നർ ലൈഫ് തകരാറിലായാൽ നമ്മുടെ ഔട്ടർ ലൈഫ് തകരാറിലാകും. Today, God the Father enlightened me in my heart about the inner life. That the inner life, if it is damaged, our outer life will also be damaged. ഇന്നർ ലൈഫ് റൈറ്റ് ആയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ അതിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മളിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളുടെ ജീവിതത്തെ ഫലമുള്ളതാക്കി മാറ്റും. മറ്റുള്ളവർക്ക് ആ ഫലം പറിച്ച് തിന്നുവാനും കഴിയും. When our inner life is right, the love of God will begin to flow us. Through the love of God, the counsel of the God also will flow through us, and we will be fruitful, and others can enjoy the fruit that we have. ഈ വൃക്ഷത്തിൻ്റെ ജീവിതം പോലെയാണ് നമ്മൾ ഒരു മനുഷ്യന്റെ ജീവിതം. 1 സങ്കീർത്തനം ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവവചനം മനുഷ്യനെ ഉപമിച്ചിരിക്കുന്ന ഒരു വൃക്ഷത്തോടു കൂടെയാണ്. കാരണം ഒരു മനുഷ്യന് കാണുന്ന ലൈഫുണ്ട്, കാണാത്ത ലൈഫുണ്ട്. ഒരു വൃക്ഷത്തിനും ഇതേപോലെ കാണുന്ന ലൈഫുണ്ട്, കാണാത്ത ലൈഫുണ്ട്. കാണാത്ത ലൈഫ് മണ്ണിന്റെ അടിയിലാണ്, കാണുന്ന ലൈഫ് മണ്ണിന്റെ മുകളിലാണ്. ഈ വൃക്ഷത്തിന് കാണാൻ കഴിയാത്ത മണ്ഡലവും ദൃശ്യമണ്ഡലവും ഉള്ളതുപോലെ നമുക്കുമുണ്ട് ഒരു ഹിഡൻ ലൈഫ്, ഒരു ഇന്നർ ലൈഫ്. അപ്പോൾ തന്നെ കാണുന്ന ഒരു ഔട്ടർ ലൈഫും ഉണ്ട്. നമ്മളുടെ ഹിഡൻ ലൈഫ് പ്യുവർ അല്ല എങ്കിൽ, പ്രോപ്പർ അല്ല എങ്കിൽ നമ്മുടെ ഔട്ടർ ലൈഫിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും. It is just like the root of the tree, the life of us. As Psalm chapter 1 says, that he that is planted by the riverside is always fruitful. Just like a tree that has two parts, that a part which is visible, that is upon that soil, and there is also a part for the tree which is invisible, which is under the soil. Likewise, we also have a part which is visible to others and which is invisible. As the tree has two realms, that is invisible and visible, we also have a hidden part and a visible part. If our hidden part is not clear, that part which is not clear will be reflected in our external life as well. ഇതാ നിങ്ങൾക്ക് ഈ റൂട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു മനുഷ്യന്റെ ജീവിതം ഒരു വൃക്ഷം പോലെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ മണ്ണിൻ്റെ ഇടയിൽ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഈ റൂട്ട് സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കുക. ഈ റൂട്ട് സിസ്റ്റത്തിൽ ഈ കാണുന്ന റെഡ് കളറിലുള്ള ഈ റൂട്ട് കണ്ടോ, ഇതാണ്, ഈ റൂട്ടാണ് തായ്വേര്. ഈ തായ്വേര് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. When you look at the picture of the root, you can see that there is a primary taproot which is indicated by the red color, which shows that our relationship, this primary taproot shows the relationship that we have with our God. സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ദൈവത്തിൽ, സ്നേഹത്തിൽ വേരൂന്നി ദൈവത്തിൽ അടിസ്ഥാനം ഇടുക. ഇതാരും കാണില്ല. നമ്മുടെ ജീവിതത്തിന്റെ ചിന്താമണ്ഡലത്തിലാണിത്, ചിന്താമണ്ഡലത്തിൽ. ഇനി വേറൊരു റൂട്ടുണ്ട്, കയ്പിന്റെ വേര. ദൈവത്തിന്റെ വചനം പറയുന്നു, വല്ല കയ്പുള്ള വേരും മുളച്ച് അനേകർ അതിനാൽ മലിനപ്പെടുവാൻ, വീണുപോകാൻ ഇടയാകുന്നു. അങ്ങനെയുള്ള റൂട്ട് നമ്മുടെ അകത്ത് ഉണ്ടെങ്കിലല്ല, നല്ലൊരു പങ്കിൻ്റെ ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളോട് ഇടപെടാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. And if there is also another root which is a root of bitterness, and if there is anything bitterness in us, God cannot speak to us. നമ്മളുടെ പ്രവൃത്തികളുടെ എല്ലാം കാരണം അദൃശ്യ മണ്ഡലത്തിലുള്ള ഇന്നർ ലൈഫിലുള്ള നമ്മുടെ ചിന്തകളാണ്. ചിന്തകൾ റൈറ്റ് ആണെങ്കിൽ നാം റൈറ്റ് ആയിട്ടുള്ളത് ചെയ്യും, ചിന്തകൾ തെറ്റാണെങ്കിൽ നാം തെറ്റായിട്ടുള്ളത് ചെയ്യും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ചിന്തകൾ സ്നേഹത്തിൽ ദൈവത്തിൽ അടിസ്ഥാനമിട്ടതാണെങ്കിൽ നാം റൈറ്റ് ആയിട്ടുള്ളത് ചെയ്യും. നമ്മുടെ ചിന്തകൾ കയ്പാണെങ്കിൽ നാം ചെയ്യേണ്ടത് ചെയ്യുകയില്ല. All our actions reflect our inner life. In short, if our actions are based on love,
it will reflect good. And if our actions are based on the bitterness, our actions may go wrong, and it will not give us, it will not produce that which it is expected of us. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലൈഫ് ഒരു അല്പസമയം ഇവിടെ ഉള്ളൂ. ഈ സമയം നമ്മുടെ ഇന്നർ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആരോടും കയ്പില്ലാതെ എല്ലാവരും സ്നേഹിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഇന്നർ ലൈഫ് ഒരുക്കുക എങ്കിൽ നമ്മുടെ ഔട്ടർ ലൈഫ് റിസൾട്ട് ഉള്ളതായി, ഫലമുള്ളതായി തീരും. അല്ല എങ്കിൽ അത് എപ്പോഴും തളർന്നതും ഒടിഞ്ഞതും പരാതി പറയുന്നതും ഒക്കെയായി നമ്മൾ അവസാനിക്കാനിടയാകും. നമ്മളുടെ കർത്താവ് അന്വേഷിക്കുന്നത് ഫലമാണ് എന്നോർക്കുക, ഇലയല്ല, ഫലം. My dear brethren, we have only a short span of time on this earth. Hence, let us keep ourselves properly. Let our love be based on God, and let us do the will of God. Let us try to please God. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ, ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. Grace and peace from God our Father and the Lord Jesus Christ be unto all. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ റെഗുലർ സ്ട്രീമിൽ നിന്ന് ഒന്ന് മാറി ഇന്ന് എനിക്ക് കിട്ടിയ ദൈവം തന്ന ഡെയിലി ബ്രെഡ്, ദൈവമക്കൾക്ക് ദിവസവും ഡെയിലി ബ്രെഡുണ്ട്, നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Today I would like to share with you the daily bread that our Father every day provides us, that I would like to provide that which is provided by Father to me today. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചിന്ത, നമ്മളുടെ ഇന്നർ ലൈഫിനെ കുറിച്ചാണ്. നമ്മളുടെ ഇന്നർ ലൈഫ് തകരാറിലായാൽ നമ്മുടെ ഔട്ടർ ലൈഫ് തകരാറിലാകും. Today God the Father enlightened me in my heart about the inner life, that the inner life, if it is damaged, our outer life will also be damaged. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്ക്രീനിൽ ആളുകളെ കാണുന്നത് മാറ്റി നിർത്തി. നിങ്ങളുടെ കണ്ണ് അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ കാണുന്നത് നമ്മളുടെ ഹൃദയത്തെ റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ളത് മാത്രം കാണുക. ഈ പറയുന്നത് ഹൃദയം കൊണ്ട് കാണുക, കേൾക്കുക. We are regulated by what we see. നിങ്ങൾക്ക് പലർക്കും ഡെയിലി ബ്രെഡ് കിട്ടുന്നില്ല, പട്ടിണിയാ. അതിൻ്റെ കാരണം ഇന്നർ ലൈഫ് റൈറ്റ് ആകാത്തത് കൊണ്ടാണ്. Many of us do not get the daily bread because our inner life is not right. ഇന്നർ ലൈഫ് റൈറ്റ് ആയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങിയാൽ അതിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മളിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. When our inner life is right, the love of God will begin to flow us. Through that love of God, the counsel of God will also come to us. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മളിലേക്ക് ഒഴുകി ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളുടെ ജീവിതത്തെ ഫലമുള്ളതാക്കി മാറ്റും. മറ്റുള്ളവർക്ക് ആ ഫലം പറിച്ച് തിന്നുവാനും കഴിയും. Through the love of God, the counsel of the God also will flow through us, and we will be fruitful, and others can enjoy the fruit that we have.
പ്രിയ സഹോദരങ്ങൾ, ഇവിടെ എൻകറേജ് ചെയ്യാത്തൊരു കാര്യം, എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന വചനങ്ങളെ എൻകറേജ് ചെയ്യും. അല്ലാതെ ഞാൻ ഇന്ന് വായിച്ച വചനമെന്ന് പറയുന്ന വചനത്തെ അത് കൊള്ളില്ല അങ്ങോട്ടല്ല, അതിനെ എല്ലാം എൻകറേജ് ചെയ്യുന്നത്. കാരണം അതിനെ നമ്മൾ എൻകറേജ് ചെയ്യാൻ പോയാൽ ദിവസവും ഞാൻ ഇന്ന് വായിച്ച വചനമെന്നും പറഞ്ഞ് എഴുന്നേക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പകരം ഞാനിന്ന് വായിച്ച വചനമല്ല, ഞാനിന്ന് കേട്ട വചനം പറയാനാണ് നിങ്ങൾ എൻകറേജ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണ്. I always would like to encourage you that you may come here with the word that you received directly from the Father, not that which you read directly from the Bible. പിതാവിൽ നിന്ന് തൻ്റെ ആത്മാവിലൂടെ കേട്ട വചനം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സ്വർഗത്തിലെ പിതാവ് സംസാരിക്കുന്നത് ക്രിസ്തു യേശുവിലൂടെ തൻ്റെ ആത്മാവിനാൽ നാം കേൾക്കുന്നു. So what God the Father wants to speak to us, we listen always through Jesus Christ and His Spirit, and that's why the Word of God says, "He that has ear, let him listen." നിങ്ങൾ വെളിപ്പാട് പുസ്തകം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. അതിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് ക്രിസ്തുവിന് കൊടുത്തു. അപ്പോൾ എവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? In the book of Revelation, the first chapter begins that what has to happen immediately, God the Father gave to His Son Jesus Christ. അപ്പോൾ എവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്രം ഫാദർ. ഹല്ലേലൂയ. ദൈവ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നത്, ക്രിസ്തുവിൽ നിന്നല്ല, ക്രിസ്തുവിലൂടെ വരികയാ. തുടർന്ന് 2-ാം അധ്യായം 3-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം, വീട്ടിലിരുന്ന് വായിക്കണം. ശ്രദ്ധിച്ച്, അവിടെ പറയാണ് യേശു ക്രിസ്തു 7 സഭകളോടും സംസാരിക്കുന്നു. പിന്നെ അതിൻ്റെ അവസാനം ഇങ്ങനെയാണ്, യേശുവാണ് സംസാരിച്ചത്, പക്ഷെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ പിതാവിൽ നിന്ന് ആരംഭിച്ചു, പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. In Revelation chapter 2 and 3, you can see that it is Jesus that speaks to us, but in the end of the chapters we see that he that has ear, let him listen what the Spirit of the God wants to speak. ഇത് പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു, പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കേൾക്കുന്നു. All that we hear, it begins from God the Father and we get through Jesus Christ. By the Spirit of God. By the Spirit of God. ശ്രദ്ധിച്ച്, ഇവിടെ ഈ ഒരു സെറ്റപ്പ് നാം മനസ്സിലാക്കണം. ഈ ഒരു സെറ്റപ്പാണ് ഒരു ദൈവപുത്രനിൽ പ്രവർത്തിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ദൈവപുത്രനെ പൂർണ്ണമാക്കുകയാണ്. അവൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഒരു ദൈവപുത്രൻ്റെ സ്ട്രക്ചർ പിതാവിൽ നിന്ന് ആരംഭിച്ച് പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവാത്മാവിനാൽ ആ വ്യക്തി പ്രവർത്തിക്കപ്പെടുന്നു. The structure of a child of God, it is that the things that begin from God the Father and it comes to us through Jesus Christ by the Spirit of God. ഒരു ദൈവപുത്രൻ, ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ ഹീസ് എ പാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് അവൻ. A child of God is really a part of God. ഹല്ലേലൂയ. നിങ്ങൾ നിരന്തരം ഈ വചനം ധ്യാനിക്കുമ്പോൾ നിങ്ങളാണ് 1 യോഹന്നാൻ 5:20 പറയുന്നത്, ദൈവപുത്രൻ വന്നു സത്യമായവനെ പിതാവിനെ അറിയുവാൻ നമുക്ക് കൃപ തന്നുവെന്നും നാം സ്വർഗീയ പിതാവിലാകുന്നു എങ്ങനെ? അവൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. ഇതത്രേ സത്യദൈവവും നിത്യജീവനും. മലയാളം ട്രാൻസ്ലേഷൻ അവനാവുന്നു സത്യം എന്നൊക്കെ അടിച്ചു വെച്ചേക്കണേ. എന്നാൽ KJV and ASU എഴുതിയിരിക്കുന്നു, ദിസ് ഈസ് ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ്. Jesus Christ was sent by God the Father to reveal to us God the Father. And to know that Jesus came to reveal Father is eternal life. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ ഇന്നർ ലൈഫ് റൈറ്റ് ആക്കുമെന്നുവെങ്കിൽ നമ്മുടെ ഔട്ടർ ലൈഫ് മനോഹരമായി തീരും. പക്ഷെ ഇന്നർ ലൈഫ് റൈറ്റ് ആകുന്നില്ല എങ്കിൽ ഔട്ടർ ലൈഫ് മനോഹരമാകുകയില്ല. The beauty of our outer life is in connection with our inner life.
പ്രിയ സഹോദരങ്ങൾ, ഇത് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശരിക്ക് പല വൃക്ഷങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ജാതിക്ക, നെറ്റ്മഗ് എന്നൊരു മരമുണ്ട്. ആ മരത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പലയിടത്തും കാറ്റടിച്ച് ആ മരങ്ങൾ കടപുഴുകി താഴെ വീണ് കിടക്കുന്നത് കാണുവാനായിട്ടിടയായി. എന്തുകൊണ്ടാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം കണ്ടെത്തി. So these days I was trying to learn more about trees, and in particular I was trying to know more about nutmeg. And this tree, I found that because of the strong wind was fallen, and I found that there is a particular reason why these trees are fallen down. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഈ ട്രീക്ക് അറൗണ്ട് 100-150 വർഷം ആയുസ്സുണ്ട്. പക്ഷേ പലതും ആയുസ് തികയാതെ താഴെ വീഴുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ കാണാൻ കഴിയാത്ത മണ്ഡലത്തിലെ മണ്ണിൻ്റെ അടിയിലെ അതിൻ്റെ ജീവിതം സ്ട്രോങ് അല്ല, അതിൻ്റെ റൂട്ട് ലൈഫ് സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് വലിയ കാറ്റടിക്കുമ്പോൾ അത് താഴെ വീഴുന്നത്. When I search for the reason why these trees that has the longevity for almost 100 years, but it falls immediately, I found that the root, there is no life in the root. That's the reason that these trees are fallen down immediately. അതായത് ഇതിൻ്റെ റൂട്ട് സ്ട്രക്ചർ അത് മറ്റ് വൃക്ഷങ്ങളുടെ റൂട്ട് സ്ട്രക്ചർ പോലെയല്ല. അതിന് തായ്വേരെന്ന് പറയുന്ന ഒരു വേര് ഇല്ല, അതിന് ബ്രാഞ്ചസുകളെ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാറ്റ്, വലിയ വിഷയങ്ങൾ വന്നാൽ ഇതിന് നിലനിൽക്കാൻ കഴിയുകയില്ല, ഇത് താഴെ വീഴും. This tree which has got full of branches, as it doesn't have the root, the strong root, it falls down. It's not like that. It's have root. That roots are secondary or lateral roots, not the primary. തായ്വേര് എന്ന് പറയുന്ന സംഭവം, തായ്വേരാണ് പ്രൈമറി റൂട്ട്. ലാറ്ററൽ റൂട്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റൂട്ടുകളുണ്ട്, അതാണ് സെക്കൻഡറി റൂട്ട്സ്. ഈ ജാതി എന്ന് പറയുന്ന ആ വൃക്ഷത്തിന് തായ്വേര്, താഴേക്ക് പോകുന്ന അമ്മ വേര്, അപ്പം വേര് എന്ന് പറയുന്ന ആ റൂട്ട് ഇല്ല. പകരം സൈഡിലേക്ക് പോകുന്ന സെക്കൻഡറി റൂട്ട്സ് ഓർ ലാറ്ററൽ റൂട്ട്സേ ഉള്ളൂ. Are you getting it? No. I'll help you with a picture. This nutmeg tree, as it doesn't have the primary root, it cannot stand strong. It has only the lateral root, and on lateral root it cannot stand strongly. Father, we thank you, give you glory. സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം സ്നേഹിക്കുന്നവനാണ് ദൈവം കൊടുക്കുന്നത്, സ്നേഹം കൊടുക്കുന്നു. എന്നാൽ പക കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിലൂടെ പിടിച്ചു വെക്കുന്നു, കൊടുക്കത്തില്ല. God is love, and God always gives. And so love always gives, whereas anger that always stops even that which it wants to give. ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കണം. യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ, പിതാവ്, ശ്രദ്ധിച്ച് കേൾക്കിയത്, ഇത് നിങ്ങൾക്ക് ഡെയിലി ബ്രെഡ് കിട്ടണോ? ധാരാളം ഡെയിലി ബ്രെഡ് അല്ല, എല്ലാം കിട്ടണോ? യേശുക്രിസ്തു പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ സ്നേഹിക്കുന്നില്ലെങ്കിലോ? കയ്യിലൊന്നും ഏൽപ്പിക്കില്ല. Jesus says that as Father loves me, he has given to me everything. ഹല്ലേലൂയ. വേറൊരു സ്ഥലത്ത് യഹൂദന്മാരോട് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്
താൻ ചെയ്യുന്നതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നു. ഇനി സ്നേഹിക്കുന്നത് കൊണ്ട് ഇതിലും വലിയത് എനിക്ക് കാണിച്ചു തരും. കണ്ടോ, എല്ലാത്തിൻ്റെ ബേസ് പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. Jesus spoke to Jews once that as Father loves me, he always shows me what I have to see. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈവൻ നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മൾ മക്കളല്ലേ എന്ന്. മക്കളാണ്, പക്ഷെ നമ്മൾ ഏത് ടൈപ്പ് മക്കളെന്നറിയാമോ? വാരീരം രാരീരം ശിശുക്കളാണ് നമ്മൾ. ശിശുക്കളുടെ കയ്യിൽ അപ്പനൊന്നും ഏൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. We are also children of God, but as we are in our baby stage, God the Father does not entrust us upon us anything. ഓ, അങ്ങനെയുണ്ടോ? അതെ, എഫെസ്യർ 4:1 വായിച്ചാലറിയാം. ശിശു സകലത്തിനും അവകാശിയാണ്, എങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അവൻ്റെ കയ്യിൽ ഒന്നും ഏൽപ്പിക്കത്തില്ലെന്ന് മാത്രമല്ല, റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. അവൻ ഗൃഹവിചാരകന്മാർക്കും രക്ഷകന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ. അതായത് അവൻ്റെ വീട്ടിലെ വേലക്കാർ പോലും അവനേക്കാൾ വലിയവരായിട്ട് നിൽക്കുന്നത്. അപ്പം അവൻ ശിശുവാ, അവർ പറഞ്ഞ അനുസരിച്ച് നിന്നോളാം. എന്താണ്? അവൻ ശിശു ആയിരിക്കുക. അതുകൊണ്ടാണ്. Though the child is an heir, as he is not matured, he is still under the servants of God, under the servants of his house. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവം എന്തുകൊണ്ടാണ് നമ്മളുടെ കയ്യിൽ പലതും തരാത്തത്? കാരണം നമ്മൾ സ്പിരിച്വലി വളരുന്നില്ല. നമ്മൾ ഫിസിക്കലി വളർന്ന് ഇവിടുന്ന് മരിച്ചു പോകുന്നു, സ്പിരിച്വലി വളരുന്നില്ല. ആ കാര്യം ഇത് എഴുതിയിരിക്കണം, അവകാശി സർവത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല, ദാസന്റെ കീഴിലാണ്. The God the Father always wants to give us, but as we are not matured and still remain babes, we are not getting what he wants. So the word of God says, as long as the heir is a child, he differeth nothing from a bondservant through, though he is Lord of all. പിതാവ് നിശ്ചയിച്ച അവധിയോളം, നിശ്ചയിക്കുന്നത് ആരാ? പിതാവാ. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്ക് ഗൃഹവിചാരകന്മാർക്കും, കാരണം അവൻ്റെ വീട്ടിലുള്ള ജോലിക്കാർക്ക് കീഴിലാണ്, രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനെ എത്രേ എന്ന് ഞാൻ പറയുന്നു. The child is under the day appointed of the father, guarding and stewards. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ എല്ലാം കൊടുത്ത് ഏൽപ്പിക്കത്തില്ല. ഏൽപ്പിക്കണമെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ കയ്യിലേക്ക്, പിതാവിൻ്റെ സ്നേഹം കടന്നു വരുമ്പോഴാണ് കാര്യങ്ങളെ വരമേൽപ്പിക്കുന്നത്. പിതാവ് കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലെന്നല്ല, അവനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവനെ അറിയേണ്ടത് അറിയുന്നില്ല. എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണമെന്ന് അവനെ അറിയുന്നില്ല. God still loves us, but he does not provide us or he will not give us everything in his hand, in children's hand. He does not give everything into the hand of children, as the child does not know how to operate the things that the God the Father wants to give him. ഇത് പിന്നെ പിതാവ് നമ്മുടെ കയ്യിൽ തരണമെങ്കിൽ എന്ത് വേണം? ഇതാ യേശുക്രിസ്തു പറയുന്നു യോഹന്നാൻ 3:35, പിതാവ് എല്ലാം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അവിടെ എഴുതിയിരിക്കുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലതും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. John chapter 3 verse 35 says, the Father loveth his Son and hath given all things into his hand. ഇനി അതിൻ്റെ അടുത്തതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്കിത് കാണാനായിട്ട് കഴിയും. എനിക്ക് 5:19 പറയുന്നു, യേശു പറയുന്നു, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എൻ്റെ പിതാവ് കാണിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഇതാ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഇതിലും വലിയ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരും. വായിച്ചാട്ടെ. John chapter 5 verse 20 says, for the Father loveth the Son and showeth him all things that himself doth,
and greater works than these will he show him, that you may marvel. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിതാവ് തരണമെങ്കിൽ എന്ത് വേണം? പിതാവ് നമ്മളെ സ്നേഹിക്കണം. സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? നാം പിതാവിന് അവൈലബിൾ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ലോകത്തിലേക്ക് ഓടിപ്പോവുകയല്ല, നാം പിതാവിന് അവൈലബിൾ ആകണം. പിതാവിന് അവൈലബിൾ ആകണമെങ്കിൽ നാം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്രയാകണം. So God wants to give us, and to receive that we should be available for God, and when we are available we travel from holiness to holiness. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്ക് ഈ കുഞ്ഞുങ്ങളുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ശ്രദ്ധിക്കണം. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അവർ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി തലയിൽ ഇങ്ങനെ തലോടും. എന്താ അത് കാണിക്കണേ? നിങ്ങൾക്കറിയാമോ? അവർ സ്നേഹം ട്രാൻസ്ഫർ ചെയ്യുക. സ്നേഹം ട്രാൻസ്ഫർ ചെയ്യുക. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗസ്ഥ പിതാവ് തൻ്റെ സ്നേഹം ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ അവിടെ അവൈലബിൾ ആയിട്ടെങ്കിലല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. You know that fathers and mothers, they always call their children and they pamper them, and through that they are transferring their love. God also calls us that he wants to pamper us. He wants to transfer his love, but since we are not available, he is not able to show his love towards us. ഹല്ലേലൂയ. യൂദയുടെ ലേഖനം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും. ഈ സ്നേഹിക്കപ്പെടാൻ നമ്മൾ അവൈലബിൾ ആകണ്ടേ? ഈ അവൈലബിൾ ആയെങ്കിലേ നമുക്ക് ആ സ്നേഹം, പിതാവ് നമ്മളിത് ഇങ്ങനെ ഒന്ന് തലോടിയാൽ മതി. ആ തലോടല് നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. In the book of James it is said that Jude chapter 1. In the book of Jude chapter 1 it is said that we all are loved by God, and God wants to show his love only when we are available, and through his pampering all that we need are there. So when he pampers us, we get all that we need. പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ദിവസത്തിൻ്റെ തുടക്കം 12 മണി കഴിഞ്ഞാൽ 1 മണിക്ക് ഇടയിൽ, അതായത് ദിവസത്തിൻ്റെ ആദ്യ ഭാഗം, ആദ്യ മണിക്കൂർ, ഒരുപക്ഷെ തളർന്ന് ഒടിഞ്ഞായിരിക്കും ഞാനൊന്ന് വന്നേക്കണം, ഓടിക്കതിച്ചതഞ്ഞ്. പക്ഷെ അപ്പനോട് പറയാം, അപ്പാ വയ്യ. ശരീരം ആ ഓട്ടത്തിൽ തളർന്നായിരിക്കും വരുന്നത്. പക്ഷെ ആ സമയത്തും കഴിയുന്നതും ആ ദിവസം സ്റ്റാർട്ടിങ്ങിൽ ദൈവത്തിൽ മുട്ടുമടക്കി ദൈവസം നിൽക്കും. എന്തിനാണെന്നറിയാമോ? ഇവിടെ നിന്ന് എൻ്റെ ആവശ്യങ്ങൾ അങ്ങോട്ട് പറയാനല്ല, അപ്പന് സ്നേഹം ഇങ്ങോട്ട് മേടിക്കാനാണ്. കാരണം സ്നേഹം തരാൻ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. അപ്പൻ്റെ മുൻപിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാനല്ല, ആ സ്നേഹം ഇങ്ങോട്ടേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന അപ്പൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാ എൻ്റെ ജീവിതം? My dear brethren, always in my life, in the first part of the day, which is after 12 a.m., I kneel down. It is not to give and show that I love God, but it is to experience the love of God. I always kneel down after 12 a.m., even though I am tired. ഇനി നമ്മൾ മനസ്സിലാക്കിയ ആ വൃക്ഷത്തിൻ്റെ വേരിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വൃക്ഷത്തിൻ്റെ ജീവിതം പോലെയാണ് നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതം. Now let us come back to the root of the tree that we mentioned, the nutmeg tree. It is just like the root of the tree, the life of us. 1 സങ്കീർത്തനം നമ്മൾ അല്പം മുമ്പ് കേട്ടു. ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവവചനം മനുഷ്യനെ ഉപമിച്ചിരിക്കുന്ന ഒരു വൃക്ഷത്തോടു കൂടെയാണ്. കാരണം വൃക്ഷത്തിന് 2 ലൈഫുണ്ട്. ഒന്ന്, മണ്ണിൻ്റെ അടിയിൽ മനുഷ്യർ കാണാത്തൊരു ജീവിതം.
മണ്ണിൻ്റെ മുകളിൽ മനുഷ്യർ കാണുന്ന ഒരു ജീവിതം. As Psalm chapter 1 says that he that is planted by the riverside is always fruitful. And there are two parts that we can see in a tree, a part that is invisible and a part that is visible to us. എൻ്റെ ഒപ്പം നിങ്ങളുണ്ടോ? പലരും ഒപ്പവും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞേ, ഒപ്പമുണ്ടോ? ഇപ്പം എന്താ പറഞ്ഞേ? ഒരു മനുഷ്യന് കാണുന്ന ലൈഫുണ്ട്, കാണാത്ത ലൈഫുണ്ട്. ഒരു വൃക്ഷത്തിനും ഇതേപോലെ കാണുന്ന ലൈഫുണ്ട്, കാണാത്ത ലൈഫുണ്ട്. കാണാത്ത ലൈഫ് മണ്ണിൻ്റെ അടിയിലാണ്, കാണുന്ന ലൈഫ് മണ്ണിൻ്റെ മുകളിലാണ്. Just like a tree that has two parts, that a part which is visible, that is upon the soil, and there is also a part for the tree which is invisible, which is under the soil. Likewise, we also have a part which is visible to others and which is invisible. എൻ്റെ മക്കളെ, നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുക. യേശു കർത്താവ് ബത്സയിദ എന്ന ഒരു പട്ടണത്തിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് ഒരു കുരുടനെ ആളുകൾ സൗഖ്യമാക്കാൻ കൊണ്ടുവന്നു. യേശു ക്രിസ്തു ആ കുരുടനെ കൈക്ക് പിടിച്ച് ആ ഗ്രാമത്തിൻ്റെ വെളിയിൽ കൊണ്ടുവന്നു. ഭയങ്കര അത്ഭുതമൊക്കെ നടന്ന ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ വെളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവൻ്റെ കണ്ണി തുപ്പി. എന്നിട്ട് പറഞ്ഞു, വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറഞ്ഞു, നേരെ അവൻ മുകളിലേക്ക് നോക്കി. താഴേക്കായിരുന്നു നോക്കണ്ടേ, കാരണം മനുഷ്യനെ കാണണമെങ്കിൽ താഴേക്ക് നോക്കണ്ടേ. അവൻ നേരെ മുകളിലേക്ക് നോക്കി. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ നടക്കേണ്ടത് മരങ്ങൾ പോലെയാണ്, ഫലമുള്ളവരായിട്ടാണ്. വായിക്കേ, ഗോ അഹെഡ്. Once some people brought a blind man to Jesus in the town of Bethsaida. And Bethsaida is a place where a lot of miracles have happened. And seeing this man, Jesus brought him out of the town and he spat into the eyes of the man. And he asked the man, do you see anything? He looked up and I see human beings. I see man like tree, which means we have to be seen as tree. ഈ വൃക്ഷത്തിന് കാണാൻ കഴിയാത്ത മണ്ഡലവും ദൃശ്യമണ്ഡലവും ഉള്ളതുപോലെ നമുക്കുമുണ്ട് ഒരു ഹിഡൻ ലൈഫ്, ഒരു ഇന്നർ ലൈഫ്. അപ്പോൾ തന്നെ കാണുന്ന ഒരു ഔട്ടർ ലൈഫും ഉണ്ട്. നമ്മളുടെ ഹിഡൻ ലൈഫ് പ്യുവർ അല്ല എങ്കിൽ, പ്രോപ്പർ അല്ല എങ്കിൽ, നമ്മുടെ ഔട്ടർ ലൈഫിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും. As the tree has two realms, that is invisible and visible, we also have a hidden part and a visible part. If our hidden part is not clear, that part which is not clear will be reflected in our external life as well. ജാതി വൃക്ഷം കാറ്റത്ത് കടപുഴകി വീഴുന്നത് അതിന് തായ് വേര്, അതാണ് പ്രൈമറി റൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അത് മറിഞ്ഞു വീഴുന്നത്. The nutmeg falls down because it lacks the primary root. നിങ്ങൾക്ക് ഇത് കാണാം. ഇത് നട്ട്മഗ് ട്രീയുടെ വേരാണ്, മണ്ണിൻ്റെ അടിയിലുള്ള വേരാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സെക്കൻഡറി റൂട്ട്സുകളേ ഉള്ളൂ, ബ്രാഞ്ച് റൂട്ടുകളേ ഉള്ളൂ. അതിന് ഈ കാണുന്ന നേരെ താഴേക്ക് പോകുന്ന പ്രൈമറി റൂട്ട്, തായ് വേര് ഇല്ല. When you look at the picture of this nutmeg tree, that you can see it has got branch roots or the lateral roots, but it lacks the primary root. എന്നാൽ കാട്ടുജാതിക്ക് ഈ പ്രൈമറി റൂട്ട് തായ് വേരുണ്ട്. നാട്ടുജാതിക്ക് ഈ പ്രൈമറി റൂട്ട് തായ് വേരില്ല, അതിന് സെക്കൻഡറി റൂട്ട്സ്, ലാറ്ററൽ റൂട്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നാട്ടുജാതി കാറ്റടിക്കുമ്പോൾ
വലിയ കാറ്റാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ താഴെ പോകുന്നത്. The wild trees have got a primary root, so it is strong. When the wind blows, it can stand straight. Whereas the other tree, as it lacks the primary root, when the wind blows, it immediately falls down. ഇതാ നിങ്ങൾക്ക് ഈ റൂട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു മനുഷ്യന്റെ ജീവിതം ഒരു വൃക്ഷം പോലെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ മണ്ണിൻ്റെ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഈ റൂട്ട് സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കുക. ഈ റൂട്ട് സിസ്റ്റത്തിൽ ഈ കാണുന്ന റെഡ് കളറിലുള്ള ഈ റൂട്ട് കണ്ടോ, ഇതാണ് ഈ റൂട്ടാണ് തായ്വേര്. ഈ തായ്വേര് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. When you look at the picture of the root, you can see that there is a primary taproot which is indicated by the red color, which shows that our relationship, this primary taproot shows the relationship that we have with our God. എന്നാൽ ഇതിന് ഈ കാണുന്ന സൈഡിലുള്ള റൂട്ടുകളെയാണ് സെക്കൻഡറി റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി റൂട്ട്സ് നമ്മളുടെ ജീവിതത്തിലെ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്, മനുഷ്യനുമായുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. But around the primary root you can see the secondary root, which indicates the love that we have, the relationship that we have towards human beings. പ്രൈമറി റൂട്ട് ഇല്ലാതെയുള്ള സെക്കൻഡറി റൂട്ട് റിലേഷൻഷിപ്പ് തൽക്കാലത്തേക്ക് നല്ലതാണെന്ന് തോന്നും. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ അത് നമ്മളെ നിലനിർത്തുവാൻ കഴിയാതെ നമ്മൾ താഴേക്ക് പോകാനിടയാണ്. So if we lack our relationship with God, even though we have relationship with other human beings, if we lack the relationship with God, when the problems of life arise, we may fall. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ഈ മുകളിൽ നിന്ന് വൃക്ഷത്തിൻ്റെ ആ വേരിൻ്റെ സിസ്റ്റം താഴേക്ക് വരുന്നു. ആ താഴേക്ക് വരുമ്പോൾ അതാണ് നമ്മളുടെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. എന്നാൽ ആ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സൈഡിലേക്കുള്ള സെക്കൻഡറി റൂട്ട്സ്. The primary root shows the relationship that we have towards God, and once we have the relationship with God, we also get connected with the human beings, which are there indicated by the other branched roots which are around the primary root. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ കൂട്ടായ്മയുണ്ട് അല്ലേ? കൂട്ടായ്മ, IPCയുടെ കൂട്ടായ്മ, കത്തോലിക്കിൻ്റെ കൂട്ടായ്മ, CSIയുടെ കൂട്ടായ്മ, ബ്രദറിൻ്റെ കൂട്ടായ്മ, എല്ലാവരും മനുഷ്യരുടെ കൂട്ടായ്മ നല്ലതാണ്. പക്ഷേ ഈ കൂട്ടായ്മയ്ക്ക് മുമ്പ് വേറൊരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് വേണം മനുഷ്യൻ്റെ കൂട്ടായ്മ ഉണ്ടാകാൻ. We see many kinds of fellowships on the earth, the fellowship of brethren, the fellowship of a lot of denominations are here, but Jesus says, the disciple says that our fellowship is with God the Father and His Son Jesus Christ, and this is the fellowship that we should have first. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇതാ മനുഷ്യനുമായിട്ടുള്ള ഫെലോഷിപ്പ് നല്ലതാണ്. പക്ഷെ തലതിരിഞ്ഞ ഫെലോഷിപ്പ് ആണെങ്കിൽ പ്രശ്നമാണ്. ആദം ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നിന്നുകൊണ്ട് ഹവ്വയെ കാണണമായിരുന്നു. പക്ഷേ ആദം അത് നേരെ തലതിരിച്ചു. ഹവ്വയുമായുള്ള ഫെലോഷിപ്പിൽ നിന്ന് ദൈവവുമായുള്ള ഫെലോഷിപ്പ് കാണാൻ തുടങ്ങിയതോടുകൂടെ ആദ്യ കുടുംബം തകർന്ന് താഴെ പോയി. Adam, which has to have the right perception, had a perception which is upside down. He has to see Eve through the God, as the way God the Father designed, and when his perception was changed, he fell down. നമ്മൾ വളരെ ശ്രദ്ധിച്ചോളാം ഈ വിഷയങ്ങൾ. ഹല്ലേലൂയ. ദൈവം ആദത്തോട് പറയുന്ന രംഗമുണ്ട്, നീ എൻ്റെ വാക്കിലുപരി നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട്. അപ്പൊ എന്നേക്കാൾ കൂടുതൽ സ്നേഹം ആരോടാ?
ഭാര്യയോടാണ്. നീ എൻ്റെ വാക്കിലുപരി നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ ആ ആദം എന്ന വൃക്ഷം വീഴുകയാണ്. അതോടെ ഇതാ നമ്മളെല്ലാവരും വീണു. God said to Adam that as you consider the words of your wife more than the words of mine, there is a curse upon you, and through the humankind will be cursed. There we can see Adam was fallen. ഡെവിൾ, പിശാചി എപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിൽ നിന്ന് മാറ്റി നമ്മുടെ ഫോക്കസ് മനുഷ്യനിലേക്ക് കൊണ്ടുവരും. അത് അവൻ്റെ ഒരു സന്തോഷമാണ്. The devil is always pleased to separate our focus from God the Father, and he connects us with more human beings. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളെ, പ്രൈമറി റൂട്ട്, തായ്വേറില്ലാത്ത എല്ലാ സെക്കൻഡറി റൂട്ട്സും നിലനിൽക്കത്തില്ല. അതിന് നിന്നെ നിർത്താൻ കഴിയത്തില്ല. ഒരു പ്രശ്നമുണ്ടായാൽ അപ്പോ നീ വീഴും. All the secondary roots that do not have the support of the primary root will fall, because when there is a problem arises, if you lack the love of God and the connection with God, you will fall. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇതാ, പഴയ നിയമ ഉടമ്പടി കാലയളവിൽ മോശയെ ദൈവം തൻ്റെ പ്രൊജക്റ്റ് ഏൽപ്പിച്ചു. ഈ കുഞ്ഞുങ്ങളെ ലീഡ് ചെയ്യണം. പല ടൈപ്പ് കുഞ്ഞുങ്ങളാണ്. ഈ യാത്രയുടെ ഇടയിൽ ലേവിയ ഗോത്രത്തിലെ കോരഹ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവനാണ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? വേറെ ചിലരെയും കൂടി കൂട്ടത്തെ പിടിച്ച് ഏകദേശം 250 പേരെ സംഘടിപ്പിച്ച്, നേതാക്കന്മാരെ സംഘടിപ്പിച്ചിട്ട് ശുശ്രൂഷ, പുരോഹിത ശുശ്രൂഷ അഹ്റോന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കുവാൻ തക്കവണ്ണം മോശയ്ക്കും അഹ്റോനും എതിരെ തിരിഞ്ഞ് മനുഷ്യരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി, മനുഷ്യരുടെ ഒരു സംഘടന ഉണ്ടാക്കി മോശയ്ക്ക് എതിരെ തിരിഞ്ഞു. God the Father asked Moses to lead his children Israelites. They're of different kinds of people, but a person called Korah, he took away that authority from the hand of Moses and Aaron. He deceived them, and he formed a group of people of his own, and he became their leader. ഇത് രണ്ട് ടൈപ്പാണ്. ഒന്ന്, മോശ ദൈവത്തോട് ബന്ധമുള്ള, ദൈവത്തോട് ഫെലോഷിപ്പുള്ള, ആ തായ്വേരുള്ള, ആ പ്രൈമറി വേരുള്ള മോശയും മോശയോട് കൂടെ നിൽക്കുന്ന അഹ്റോനോ. എന്നാൽ അപ്പോൾ തന്നെ ലേവിയുടെ വേറൊരു ഗണം, ആ ഗണം ഇങ്ങനെയാണ്. അവർക്ക് മനുഷ്യനുമായി നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ, 250 ലീഡേഴ്സുമായി ബന്ധം. ഈ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഇതാ മോശയ്ക്ക് എതിരെ അവർ സ്റ്റാൻഡ് ചെയ്യുകയാണ്. അവർക്ക് ഒരു കൂട്ടർക്ക് തായ്വേരുണ്ട്, വേറെ അതായത് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട്, വേറെ കൂട്ടർക്ക് ദൈവവുമായുള്ള ബന്ധത്തെക്കാൾ ഉപരി മനുഷ്യനുമായുള്ള ബന്ധമുണ്ട്, ഫെലോഷിപ്പ് ഉണ്ട്. On one side you can see Moses and his brother Aaron with some people, and they have got relationship with God. They have got the primary root. Whereas on the other side you can see Korah, and who has got the support of 250 strong leaders, and they have got a strong influence. Hallelujah. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ മോശ പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടത്തെയാണ് കോരഹ് ഒരുക്കിയിരിക്കുന്നത്. മോശ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ. ഹല്ലേലൂയ. ദൈവം മോശയിലൂടെ കൊടുത്തിരിക്കുന്ന അതോറിറ്റിക്ക് കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടർ. A group that does not want to obey Moses are now belong to Korah. ഇവിടെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ രണ്ട് ഗ്രൂപ്പ് തമ്മിൽ വിഷയമുണ്ടാകുകയാണ്. കോരഹിന്റെ ഗ്രൂപ്പ് മോശയോട്
മോശയ്ക്ക് ദൈവം കൊടുത്ത അതോറിറ്റിക്ക് കീഴടങ്ങിയിരിക്കുവാൻ തയ്യാറാകാതെ മോശയ്ക്ക് എതിരെ സംസാരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതിന് പരിഹാരമായി ചെയ്തത് അവരെ വിളിച്ച് എല്ലാ ഇസ്രായേൽ ഗ്രൂപ്പിൻ്റെയും മുമ്പിൽ കൂടി വരുവാൻ കൽപ്പിച്ചു. The group of people who belonged to Korah, who were against the leadership of Moses, when they turned against Moses, God the Father asked all these people to come together. ആ സമയം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇതാ ഇവരുടെ കൂടാരത്തിൻ്റെ അടുക്കൽ നിന്ന് എല്ലാവരും മാറിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. മാത്രമല്ല ഭൂമി രണ്ടായി പിളർന്ന് ഈ മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ഈ ഗ്രൂപ്പ് മുഴുവൻ ജീവനോടെ ആ കുഴിയിലേക്ക് വീണു. ഭൂമി അവരുടെ മേൽ അടഞ്ഞു പോയി. ശ്രദ്ധിക്കുക, മനുഷ്യരോട് മാത്രമുള്ള ബന്ധങ്ങൾ നമ്മളെ നശിപ്പിച്ച് കളയും. എന്നാൽ ദൈവത്തോടുള്ള ബന്ധം ഏത് വിഷയം ഉണ്ടായാലും നമ്മളെ നിലനിർത്തിക്കൊണ്ടുപോകും. Here we can see that when the group of people under Korah who turned against the vision that God the Father gave to Moses, God asked all the people to be away from this group, and he depleted the earth, and the people who were under Korah, they fell into that pit, and they were all vanished from the earth. So here we can see that every relationship that we keep with human beings without the relationship with God will fall down. It's a lesson for us. ഇത് നമുക്കെല്ലാം ഒരു പാഠമാണ്. ആദത്തിന്റെ ജീവിതത്തിലെ പാഠം, ഇതാ കോരഹ് പുത്രന്മാർ കോരയുടെ ജീവിതത്തിലെ പാഠം മോശയുമായുള്ള ബന്ധത്തിൽ. It's a lesson for all of us. മോശയുടെ ആദത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കൊരു ലെസണാണ്. കോരഹ് മോശ സംഭവത്തിൽ നടന്നതും നമുക്കൊരു ലെസണാണ്. So all these two incidents are great lessons for us. What happened in the lives of Moses and Korah, as well as in the life of Adam. എഫേസ്യ ലേഖനം 3:17 നോക്കുമ്പോൾ നമ്മളോട് പറയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും സ്നേഹത്തിൽ വേരൂന്നി ആത്മീകമായ ബലമുള്ളവർ, ദൈവത്തിൽ ബലമുള്ളവർ ആയിരിക്കണമെന്നും നിങ്ങളെ ഓർപ്പിക്കണം. വായിച്ചാട്ടെ എഫേസ്യ ലേഖനം 3:17. Oh Father, we thank you, we give you glory. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. എന്തിൽ വേരൂന്നി? സ്നേഹത്തിൽ വേരൂന്നി. സ്നേഹം ദൈവം തന്നെ. ദൈവത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും. അപ്പൊ എവിടെയാ നമ്മുടെ അടിസ്ഥാനം? സ്നേഹത്തിൽ വേരൂന്നിയാൽ ദൈവത്തിൽ അടിസ്ഥാനമായി. അപ്പൊ നമ്മൾ അടിസ്ഥാനം എവിടെ വേണം? ദൈവത്തിൽ വേണം അടിസ്ഥാനം. ഹല്ലേലൂയ. ദൈവത്തിൽ വേണം അടിസ്ഥാനം. മനുഷ്യരിലല്ല അടിസ്ഥാനം ഇടേണ്ടത്, ദൈവത്തിൽ അടിസ്ഥാനം ഇടണം. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. Be grounded and rooted in love. Hallelujah. Ephesians chapter 3 verse 17 says, may Christ through your faith actually dwell, settle down, abide, make his permanent home in your hearts. May you be rooted deep in love and founded securely on love. Hallelujah. അപ്പോ സ്നേഹത്തിൽ വേരൂരണം. സ്നേഹം ദൈവം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവസ്നേഹം തന്നെ. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. We should be rooted in love and in God, and he that has not been rooted in the love of God has not seen God. എൻ്റെ കുഞ്ഞുങ്ങളെ,
കർത്താവ് യേശു നമുക്ക് തന്ന ആലോചന ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീ എന്തെങ്കിലും പണിയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിന്റെ അദൃശ്യമായ ഇന്നർ ലൈഫ് റൈറ്റായിട്ട് സെറ്റ് ചെയ്ത് കയറിക്കോളണം. So Christ often gives us counsel that before we start building on anything, we have to start our inner life. We have to correct our inner life. ഇന്നർ ലൈഫ് കറക്റ്റ് അല്ല. മണലിന്മേൽ കയറി ഇന്നർ ലൈഫ് ഇല്ല. മണലിന്മേൽ വീട് പണിതാൽ, മനുഷ്യ ആലോചനകളിന്മേൽ നീ വീട് പണിതാൽ വീട് നിലനിൽക്കും. പക്ഷെ ഒരു കാറ്റും കോളും വന്നാൽ ഇടിഞ്ഞ് താഴെ പോകും. When you build a house receiving the counsels of human beings, when the wind blows, it may fall down. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ എന്തെങ്കിലും പണിയാൻ തുടങ്ങുമ്പോൾ നീ ആദ്യം ആഴത്തിൽ കുഴിക്കണം. എന്നിട്ട് അതിൽ വേണം പാറമേൽ അടിസ്ഥാനമിടാൻ. So Jesus speaks to us that before we start building on anything, we should dig deeper, and there we find a rock, and upon that rock we have to build. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തു പറ്റും? ദൈവത്തിന്റെ വചനം പറയുന്നു, മഴ വരും, ഒഴുക്ക് വരും. ഒഴുക്ക് വരുമ്പോൾ നീ പണിത വീടിന്റെ അടിസ്ഥാനത്തിന്റെ ആ ഭാഗത്തെ മണ്ണൊഴുകി പോകും. മണ്ണൊഴുകിപ്പോയാൽ കാറ്റ് വരുമ്പോൾ നിന്റെ വീട് താഴെ പോകും. He says, when you build your house on the sand, when it rains, there will be current, and that current will take away the soil, and your house will fall down. അതുകൊണ്ടാണ് ലൂക്കോസ് 6:47-48 വാക്യങ്ങളിൽ കർത്താവ് യേശു പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെ, ഏത് വചനങ്ങൾ? ദൈവരാജ്യത്തിന്റെ മൊഴികൾ. ഈ കേട്ട് ചെയ്യുന്നവനൊക്കെയും ആഴേ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവനോട് തുല്യനാണ്. അല്ലാത്തവനോ മണലിൽ മേൽ വീട് പണിയുന്നവനോട് തുല്യനാണ്. കാറ്റ് വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു, മഴ വരുന്നു, മണലിന്മേൽ പണിത വീട് നിലനിൽക്കത്തില്ല. മനുഷ്യ ആലോചനകളിന്മേൽ പണിത നിലനിൽക്കത്തില്ല, അത് താഴെ വീഴ്. എന്നാൽ യേശു പറയുന്നു, ഞാൻ പറഞ്ഞ വചനങ്ങളെ അനുസരിച്ച് നീ പ്രവർത്തിക്കുന്നുവെങ്കിൽ നീ ആഴെ കുഴിച്ച് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാണ്. Jesus speaks in Luke chapter 6 verse 47 to 48. Whosoever come to me and hears my sayings and does them, I will show you to whom he is like. He is like a man which built an house and dig deep and laid the foundation on a rock. And when the flood arose, the stream beat vehemently upon the house and could not shake it, for it was founded upon a rock. വായിച്ചാട്ടെ, മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് എങ്ങനെ കുഴിച്ച്? ആഴെ കുഴിക്കണം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ആഴെ കുഴിക്കണമെന്ന് പറഞ്ഞേ. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. ഹല്ലേലൂയ. യേശു നമ്മളോട് പറഞ്ഞു തരികയാ. കാരണം നമ്മളൊക്കെ എളുപ്പപ്പണിക്കാരാ. എന്താണ്? ആഴത്തെ കുഴിക്കണമെങ്കിൽ ഇത്തിരി പാടുണ്ട്, പിന്നെ പാറ കണ്ടെത്തണമെങ്കിൽ ഇത്തിരി പാടുണ്ട്, അല്ലെങ്കിൽ ആഴെ കുഴിച്ച് അവിടെ പാറ ഇടണമെങ്കിൽ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടാതെ നമ്മൾ എളുപ്പത്തിൽ പണിയാൻ നോക്കും. ഹല്ലേലൂയ. മനുഷ്യ ആലോചനകൾ പണിയാൻ നോക്കും, വീണത് തന്നെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ആലോചനകൾ പണിയണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് സഹനത്തിലൂടെ പണിയണം. മനുഷ്യാലോചനയെ പണിയണമെങ്കിലോ വളരെ എളുപ്പം. ഒരിക്കൽ കൈപൊക്കുക, കാർഡ് ഫില്ല് ചെയ്യുക, സ്നാനപ്പെടുക, ആരാധിക്കുക, ദശാംശം കൊടുക്കുക, സുന്ദരം. ഹല്ലേലൂയ. എന്നാൽ വിഷയം വരുമ്പോൾ കുഞ്ഞെ നീ താഴെ വീഴും. If you build anything by the counsel of men, that will fall down. Whereas if you want to build anything by hearing from the counsel of the God, you will have to dig a little deeper, which is very painful. You will have to deny yourself, you will have to take up the cross, and you will have to go through some painful situations. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ എന്തെങ്കിലും പണിയുമ്പോൾ ഇതാ യേശുവിനോട് ചോദിക്കണം, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആലോചന പറയാൻ കഴിവുള്ളവരോട് ചോദിക്കണം. അവർ പറയും,
അടിസ്ഥാനം വളരെ സൂക്ഷിച്ചോളണം, ആഴത്തിലിടണം, അല്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടതായി വരും. ഇനി നമ്മൾ ഗോ ഹെഡ്. So if you want to build anything, you'll have to get counsel from people who love God, and they will say that you will have to dig deeper, and you have to you have to construct your home upon the rock, and that house which is made upon the rock, when the wind blows, it will stand straight and it will never fall. ഇനി സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് ദൈവത്തിൽ, സ്നേഹത്തിൽ വേരൂന്നി ദൈവത്തിൽ അടിസ്ഥാനം ഇടുക. ഇതാരും കാണില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്താമണ്ഡലത്തിലാണിത്. ഹല്ലേലൂയ, ചിന്താമണ്ഡലത്തിൽ. ഇനി വേറൊരു റൂട്ടുണ്ട്, അത് കയ്പിൻ്റെ റൂട്ടാണ്. കയ്പിൻ്റെ വേര, സ്നേഹത്തിൻ്റെ വേരല്ല, കയ്പിൻ്റെ വേര. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വല്ല കയ്പുള്ള വേരും മുളച്ച് അനേകർ അതിനാൽ മലിനപ്പെടുവാൻ, വീണുപോകാൻ ഇടയാകുന്നു. അങ്ങനെയുള്ള റൂട്ട് നമ്മുടെ അകത്ത് ഉണ്ടെങ്കിലല്ല, നല്ലൊരു പങ്കിൻ്റെ ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളോട് ഇടപെടാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. And if there is also another root, which is a root of bitterness, and if there is anything bitterness in us, God cannot speak to us. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അസുഖങ്ങളെ സുന്ദരമായി നമുക്ക് തോൽപ്പിക്കാം. അസുഖങ്ങൾ വരത്തില്ലെന്നല്ല, സുന്ദരമായി നമുക്ക് തോൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ സുന്ദരമായി നമുക്ക് തോൽപ്പിക്കാം. കാരണം നമ്മളുടെ അകത്തെ റൂട്ട് കയ്പിലല്ല, നമ്മളുടെ അകത്തെ റൂട്ട് സ്നേഹമാണ്, ദൈവത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്നത്. We can overcome anything that comes against us if we are rooted in the love of God. ഹല്ലേലൂയ. ഇവിടെ ഹെബ്രായ ലേഖനം 12:15 പറയാണ്, ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യും. The book of Hebrews, chapter 12, verse 15 says, looking carefully, lest there be any man that falleth short of the grace of God, lest any root of bitterness springing up trouble you, and thereby the many be defiled. അപ്പോൾ ഇപ്പം എത്ര ടൈപ്പ് റൂട്ട് കണ്ടു, എത്ര ടൈപ്പ് വേര് കണ്ടു? ഒന്ന് സ്നേഹത്തിൻ്റെ വേര്. അതെവിടെ റൂട്ട് ചെയ്യുന്നത്? ദൈവത്തിൽ അടിസ്ഥാനമിടുകയാണ്. ഹല്ലേലൂയ, തായ് വേരാണ്. ഹല്ലേലൂയ. എന്നാൽ അത് ഒഴിവാക്കിയിട്ട് മനുഷ്യനിൽ റൂട്ട് ചെയ്യുന്നു, മനുഷ്യ ഹൃദയത്തിൽ, മനുഷ്യൻ്റെ സപ്പോർട്ട്. അങ്ങനെയാണ് ഈ ലോകത്തിലെ ഭരണങ്ങളൊക്കെ. ദൈവത്തെ സപ്പോർട്ട് ചെയ്തല്ല, മനുഷ്യനിൽ സപ്പോർട്ട് ചെയ്ത. അതുകൊണ്ടാണ് മനുഷ്യനോട് പറയുന്നത്, ഞങ്ങളെ വിജയിപ്പിക്കണമേ, ഞങ്ങളെ വിജയിപ്പിക്കണമേ, എല്ലാ റോട്ടിലും നമുക്ക് ഇലക്ഷന് മുമ്പ് കാണാം, ഞങ്ങളെ മനുഷ്യ നീ ഞങ്ങളെ വിജയിപ്പിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, ഇവിടെ ദൈവം നമുക്ക് തരുന്ന വിജയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. Here we can see the victory that God gives us. It is not by the influence of people or the victory that man gives us, but when we love God, God gives us his victory. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക, ഈ രണ്ട് വേരുണ്ടല്ലോ, ഒന്ന് സ്നേഹത്തിലാണ് നമ്മൾ വേരൂന്നുന്നതെങ്കിൽ ദൈവപ്രവൃത്തികൾ, ദൈവവേല ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ദൈവപ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും. കാരണം നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മൾ സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, പകരം ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മളെ നിർബന്ധിക്കുന്നു. ദൈവസ്നേഹമാണ് നമ്മുടെ പ്രോംപ്റ്റിംഗ് ഫാക്ടർ. People of God who serve God, their prompting factor is the love that they have towards God. Since they have love towards God, there is a force from God within them to do the things that God desires. തായ്വേര്, ദൈവസ്നേഹം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ട് ആ സ്നേഹമാണ് ആ വ്യക്തിയെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, പണം അല്ല.
It is not money that controls or drives a person who wants to do something for God, but it is a love that man has towards God that becomes a prompting factor to do the things that for God. മക്കളെ ശ്രദ്ധിച്ച്, കയ്പുള്ള വേര് നമ്മളെ മലിനപ്പെടുത്തും. കയ്പുള്ള വേര് നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്തും. കയ്പുള്ള വേര് നമ്മുടെ ചുറ്റുമുള്ളവരെ മലിനപ്പെടുത്തും. എന്തിനാൽ പിന്നെ ആ കയ്പുള്ള വേര് അകത്തുനിന്ന് എടുത്ത് കളഞ്ഞാൽ എത്രയോ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിന്, എത്രയോ അനുഗ്രഹമാണ് അത് നമ്മുടെ ജീവിതത്തിന്. The root of bitterness will firstly defile us. It will defile the relationship that we have with others and God Himself. So why should not we take the root of bitterness from us? ഇന്നലെ ശുശ്രൂഷയുടെ അല്ലേ ഒരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞു, തൻ്റെ മകൻ മകളോ മകളുടെ തലയിൽ ചില വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഒരു ട്യൂമറോ എന്തോ ഒന്ന് വന്ന് വളർച്ച ഉണ്ടായി, തലയിലെ ദ്രാവകം അതിൻ്റെ ഉള്ളിൽ ലീക്ക് ചെയ്യുക. അപ്പോൾ ഡോക്ടർമാർ പലതും പറഞ്ഞു, ലീക്ക് ചെയ്യുന്നു, ലീക്ക് എടുത്ത് കളയണം. അവരതിനെക്കുറിച്ച് ചിന്തിക്കണേ. പക്ഷെ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ലീക്ക് ഉണ്ടായെന്ന് ചിന്തിക്കുന്നില്ല. ലീക്ക് എടുത്ത് കളയണമെന്നാണ് ഡോക്ടർ പറയണേ. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, മോളുടെ വയറിൽ സ്കാൻ ചെയ്തപ്പോൾ കുടലിൻ്റെ ഉള്ളിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ ഒരു കീ ഹോൾ സർജറിയിൽ ട്യൂമർ എടുത്ത് കളയാൻ വേണ്ടി അത് ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മകൾക്ക് വേദന, നോക്കിയപ്പോൾ അത് മൊത്തം വല്ലാതെയായി. പിന്നെ അടുത്ത സർജറി ഇതാ മൊത്തം കട്ട് ചെയ്തു, കുടല് മാറ്റിയിട്ട് അവിടെ ഒരു സഞ്ചി ഇട്ടു. ഇനി എന്നിട്ട് റെഡി ആയില്ല, ഇനിയിപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. Go ahead. Two kinds of people, two people approached me in connection with a disease that happened to their children. One said there is some tumor growth that happened in the child's head, and in relation with that there was a leakage, and the doctors said if the leakage is that is removed, that child will be healed. Another person, there was some growth in the intestine, and even though it is removed, there is some problem is still there. പ്രിയ സഹോദരങ്ങളെ, ഡോക്ടർമാർ അവർക്ക് കഴിയാവുന്ന ചെയ്യുന്നു. പക്ഷേ ഈ പ്രശ്നമെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ തലയിൽ ലീക്ക് വന്നതും ബാക്കി വിഷയങ്ങൾ വരുന്നു, ഇതൊന്നും അവിടെ നിന്നല്ല. നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മൾ തെറ്റായ ചിന്തകൾ നമ്മുടെ അകത്ത് സൂക്ഷിച്ചത് കൊണ്ട് അതിൽ നിന്ന് വന്ന ലീക്കാണ് തുടർന്ന് ഈ തലയിലും വയറിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കയ്പുള്ള വേര് മുളച്ച് നമ്മൾ ഒന്നാമത് നമ്മളെ അശുദ്ധമാക്കരുത്. രണ്ട്, കയ്പുള്ള വേര് അകത്ത് വെച്ചിട്ട് നമ്മൾ വാ തുറന്ന് മറ്റുള്ളവരെ അശുദ്ധമാക്കരുത്. നമ്മുടെ സമൂഹത്തിന് നമ്മളൊരു തീരെ ശാപമായി മാറരുത്. We should not firstly defile us, and we should not defile others as well. If there is a root of bitterness, we'll defile ourselves and defile others as well. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ കയ്പുള്ള തോട്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാം. ഇത് അമ്മായിയമ്മ അടുത്ത് നിൽക്കണു, നിങ്ങളും നിൽക്കണു. നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലൊരു പങ്ക് അമ്മായിയമ്മയുടെ എന്താ അകത്ത് ചിന്ത? കയ്പ. മരുമോളാണെങ്കിലോ അതുപോലെ തന്നെയാണ്. ഒരു 90% അങ്ങനെ, വളരെ കുറച്ച് മാത്രമല്ല അല്ലാത്തതുള്ളൂ. എന്തോ സംഭവിക്കണേ? ഈ കയ്പ് നിങ്ങളുടെ ഉള്ളിൽ വളർന്ന് നിങ്ങളുടെ ശരീരത്തെ രോഗമാക്കി മാറ്റും. ഒരു വ്യക്തിയോടുള്ള കയ്പ് നിങ്ങളെ രോഗമാക്കി മാറ്റും. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഉള്ള പൈസ മുഴുവൻ ഡോക്ടറെ കൊണ്ട് കൊടുക്കും. ഡോക്ടർ എങ്ങനെ നിന്നാലും ഒരു രക്ഷയില്ല, സൗഖ്യമാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ സൗഖ്യമാക്കാൻ നിങ്ങൾക്ക് പറ്റും കർത്താവിൽ. ആ കയ്പകത്തുനിന്ന് എടുത്ത് മാറ്റിയാൽ മതി. So most of the time, the reason behind our sickness is the root of bitterness that we keep in us. And without removing this bitterness from us, even if we approach any doctors with regard to the disease that we have, we will not be healed. But we can heal ourselves depending on God if we try to remove this root of bitterness from us. ഇതാ യേശുക്രിസ്തു പറഞ്ഞ്, നിന്നെ അശുദ്ധമാക്കുന്ന നീ കഴിക്കുന്ന ഭക്ഷണമല്ല, നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നിന്നെ അശുദ്ധമാക്കുന്നത്. എവിടെ നിന്നാണ് ഈ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ? നമ്മുടെ അകത്ത്
കയ്പ് സൂക്ഷിച്ച് പക സൂക്ഷിച്ച് നമ്മൾ അതനുസരിച്ച് വായിലൂടെ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് നമ്മുടെ വാക്കുകൾ. അതോടുകൂടെ അത് എസ്റ്റാബ്ലിഷ് ആകും. വാക്കുകൾ ശ്രദ്ധിക്കുക. വായെ കാക്കുന്നവൻ തൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് കാക്കുന്നു. That's why Jesus said, it is not that goes into us that defile us, but what comes out of us, that's what defile us. ഹല്ലേലൂയ. ഇന്നർ ഹീലിംഗ് മീറ്റിങ്ങിന് പോവാ. ഇത് കൂടുതലായിട്ട് കേൾക്കാൻ സമയമില്ല ഇപ്പോൾ. ഇതിന് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ശ്രദ്ധിച്ചേ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ ആ കയ്പ് നമ്മളുടെ ഫങ്ഷനാലിറ്റിയെ കട്ട് ചെയ്ത് കളയും. നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ട് കട്ട് ചെയ്ത് കളയും. As long as we keep bitterness in us, the functionality of us will be cut off. ജസ്റ്റ് അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യണോ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യണോ, ഒറ്റ കാര്യം ചെയ്യുക. നിങ്ങളെ ആ ജോലി ഏൽപ്പിച്ച വ്യക്തിയോട് നല്ല മനസ്സ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്നേഹത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. ആ സ്നേഹത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്കുകളൊക്കെ മനോഹരമായി തീരും. If you want to work very efficiently in your offices, firstly you have to remove the bitterness that you have towards your boss, anybody working there. Once you remove that bitterness, you will start working very efficiently in your offices. കഥാവ് ഒരു ഉപമ പറഞ്ഞു. ദൈവരാജ്യം ഇന്നതുപോലെയാണ്. ആ രാജാവ് ദൂരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് ഒരാൾക്ക് 1, ഒരാൾക്ക് 2, ഒരാൾക്ക് 5 താലന്തുകൾ കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ 5ഉം 2ഉം കിട്ടിയ വ്യക്തി പ്രവർത്തിച്ചു. 1 കിട്ടിയ വ്യക്തി ഒരു പ്രവർത്തനവും ഇല്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ആ വ്യക്തി പറഞ്ഞു, അതിൻ്റെ കാരണം ഞാൻ നിന്നോട് പറയാം. The kingdom of God, Jesus Christ compared it with an analogy that a master, when he departed from the town, he gave 5 talents and 2 talents and 1 talent to 3 of his servants. But the person who received 5 and 2, they worked efficiently, whereas the person who got only 1 talent, he didn't do anything with that. And Jesus said there is a reason why the person who got 1 talent didn't do anything with that talent. ആ വ്യക്തി ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇതാ നീ തന്ന 1 താലന്ത് മടക്കി പിടിച്ചോ. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നീ ആരാണെന്ന് എനിക്കറിയാം. നീ വയ്ക്കാത്തടുത്തുനിന്ന് എടുക്കുന്നവനാ, നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനാ. ഇന്നാ പിടിച്ചോ നിന്റെ 1 താലന്ത്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി പ്രവർത്തിക്കാഞ്ഞേ? യജമാനെ കുറിച്ച് നല്ലൊരു മനോഭാവം ഈ വ്യക്തിയുടെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് ഈ വ്യക്തി പ്രവർത്തിക്കാഞ്ഞേ, ഈ വ്യക്തിക്ക് റിസൾട്ട് വരാഞ്ഞേ. So why the person who got 1 talent couldn't work properly? Because he had a wrong attitude about the man of God or about his master. That's the reason he couldn't do anything with the talent that he received from his master. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലതായി ഏറ്റവും ഫങ്ഷനായിട്ട് പ്രവർത്തിക്കണോ? നമുക്ക് കിട്ടുന്ന അവസരം ദൈവം, ഒരു മനുഷ്യൻ നമുക്ക് നൽകിയതല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചതാ എന്ന മനോഭാവത്തോടെ ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ, ദൈവ സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തികളൊക്കെ മനോഹരമാകും. അല്ല, ഒരു മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ചിന്തയിൽ നാം പ്രവർത്തിച്ചാൽ നമ്മുടെ പ്രവർത്തികൾ ഈ 1 താലന്തുകാരൻ്റെ പ്രവൃത്തി പോലെ ആയിപ്പോകും. So all our works will be like the man who had got 1 talent did. Whereas if we do all that towards God, knowing that all that we do is for God and it is based on the love of God, we can do it very effectively and efficiently. It is not to please any man that we do anything for God, or it is not because any man asked us to do anything, but it is God himself that asked us to do certain responsibilities, and we do those responsibilities because the love that we have towards God. നിങ്ങളെ ഒരുപക്ഷെ ഒരു ജോസഫോ, ഒരു പാസ്റ്ററോ, ഒരു ഷാജിയോ, ഒരു സന്തോഷോ അല്ലെങ്കിൽ വേറെ XYZ ആരെങ്കിലും ആയിരിക്കാം വർക്ക് ഏൽപ്പിക്കുന്നത്.
പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ മനുഷ്യരിൽ ധാരാളം കുറവുകളുണ്ട്. അവർ ശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. നിങ്ങൾ അവരെ നോക്കിയാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഈ ജോലി കൊടുത്ത ക്രിസ്തുവിനെ നോക്കിയാൽ, ക്രിസ്തുവിന് ഈ ജോലി കൊടുത്ത സ്വർഗസ്ഥ പിതാവിനെ നോക്കിയാൽ നിങ്ങൾക്ക് മനോഹരമായി വർക്ക് ചെയ്യാം. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാ, മനുഷ്യർക്ക് വേണ്ടിയല്ല. You can do all that you do beautifully if we do things for God, not for any man. Are you getting it? ഇത് കിട്ടുന്നുണ്ടോ? അല്ല, you are playing with this word with your smile, God's hand will come upon you. Understand this. We are working for God. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിസ്തുവിലെ അവയവങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഫങ്ഷനാലിറ്റി നഷ്ടപ്പെടുത്തരുത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇറ്റ്സ് എ മാനേജ്മെന്റ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റ്. It's a management training test that we have to do things for pleasing God, not to do anything to please man. നമുക്ക് തന്നത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. And if you don't do anything that which God has given us, and God will of course take away that was given to us. ആ ഒരു താലന്തുകാരൻ തനിക്ക് കിട്ടിയത് നഷ്ടപ്പെടുത്തിയില്ല. അങ്ങനെ തന്നെ മാസ്റ്ററെ കൊണ്ട് മടക്കി ഏൽപ്പിച്ചു. മാസ്റ്റർ പറഞ്ഞു, തരൂ. അത് അവൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. 5 കൊണ്ട് 10 നേടിയവന് ആ 1 കൂടി കൊടുത്തു. അവന് 11 ഉള്ളവന് വീണ്ടും കൊടുക്കും. തന്നതുകൊണ്ട് ഒന്നും ചെയ്യാത്തവൻ്റെ കയ്യിൽ നിന്ന് അവന് തന്നതുകൂടെ എടുത്തു മാറ്റും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെ ആക്റ്റീവായി ഒരല്പസമയമേ നമുക്കുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ, ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി പ്രവർത്തിപ്പാൻ നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. വചനത്തെ തുച്ഛീകരിക്കരുത്. വചനത്തെ തുച്ഛീകരിക്കരുത്. From the person who had 1 talent, God, the master took away 1 talent and he gave to the one that did 10 more talents, having received 5, and he has now 10 instead of 10, he has 11 talents. The word of God says that which is he that doesn't do anything that was given to him, that will be taken away, and he that does with things that he has received from God will be given more. So let us, brethren, let us be the organ of the body of Christ, and let us do everything to please our God. നമുക്ക് ഇതിലെ സന്ദേശം, നമുക്ക് തന്നത് നാം ദൈവിഷ്ടം നിവർത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ നാം അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് തന്നത് നാം ഉപയോഗിക്കാതിരുന്നാൽ നമുക്കത് നഷ്ടപ്പെടും. So if we use anything that is God has given us to please God, it will be taken away. Whereas if you do those things for the sake of God, it will get multiplied. നമ്മളുടെ പ്രവൃത്തികളുടെ എല്ലാം കാരണം അദൃശ്യ മണ്ഡലത്തിലുള്ള ഇന്നർ ലൈഫിലുള്ള നമ്മുടെ ചിന്തകളാണ്. ചിന്തകൾ റൈറ്റ് ആണെങ്കിൽ നാം റൈറ്റ് ആയിട്ടുള്ളത് ചെയ്യും. ചിന്തകൾ തെറ്റാണെങ്കിൽ നാം തെറ്റായിട്ടുള്ളത് ചെയ്യും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ചിന്തകൾ സ്നേഹത്തിൽ ദൈവത്തിൽ അടിസ്ഥാനമിട്ടതാണെങ്കിൽ നാം റൈറ്റ് ആയിട്ടുള്ളത് ചെയ്യും. നമ്മുടെ ചിന്തകൾ കയ്പാണെങ്കിൽ നാം ചെയ്യേണ്ടത് ചെയ്യുകയില്ല. All our actions reflect our inner life. In short, if our actions are based on love, it will reflect good, and if our actions are based on the bitterness, our actions may go wrong, and it will not give us, it will not produce that which it is expected of us. ആദ്യം നമ്മളുടെ ഫെലോഷിപ്പ് പിതാവിനോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവോടുമാകണം. തായ്വേരുണ്ടാകണം. അതിനുശേഷമാണ് ആ തായ്വേരിൽ നിന്ന് വേണം മറ്റു മനുഷ്യരോടുള്ള ഫെലോഷിപ്പ് ഉണ്ടാകാൻ. Our first fellowship should be to our God the Father, and which should be our primary root. Then the secondary root, the lateral root, which after having relationship with the God the Father,
we should have fellowship with our fellow men. ഇതെല്ലാം നമ്മുടെ ഇന്നർ ലൈഫിലാണ്, നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. നമ്മുടെ ഇന്നർ ലൈഫ് തെറ്റാണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തെറ്റാകും. ആറ്റിറ്റ്യൂഡ് തെറ്റാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി തെറ്റായി മാറും. All our actions are based on our attitude, and our attitude is based on our inner life. And our inner life is wrong, our attitude and our actions will be wrong. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കെപ്പോഴും ഒരു പ്യുവറായിട്ടുള്ള ഇന്നർ ലൈഫ് ആവശ്യമാണ്. ഒരു മനുഷ്യനോടും കയ്പുണ്ടാകരുത്. ഒരു മനുഷ്യനോടും കയ്പുണ്ടാകരുത്. ഒരു പരിഹാസിയുടെ അടുക്കലും നാം ഇരിക്കരുത്. ഒരു ദുഷ്ടനോടുകൂടെയും നാം കൂട്ടരുത്. നമ്മുടെ ഇന്നർ ലൈഫ് എപ്പോഴും സൂക്ഷിക്കുക, അത് വേലി കെട്ടി അടയ്ക്കുക. അങ്ങനെയായാൽ നമ്മുടെ ഇന്നർ ലൈഫ് മനോഹരമാകും. അതുവഴി നമ്മുടെ ഔട്ടർ ലൈഫ് മനോഹരമാകും. We should always preserve and keep our inner life, and we should not spend time with anybody, any wicked man or anyone who has pride in heart. And we always should fence us, that we should prevent ourselves from engaging with the wrong people. If we do so, our life will be beautiful. ഇതാണ് 1 സങ്കീർത്തനം പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളോട് കൂടെ ഇരിക്കാതെയും ചെയ്യുക എന്ന് പറഞ്ഞാൽ കീപ് യുവർ ഇന്നർ ലൈഫ്. Go ahead. Psalm chapter 1 says, "Blessed and happy, fortunate, prosperous, and enviable is the man who walks and lives and in the counsel of the ungodly, following their advice, their plans and purposes, nor stands or submissive and inactive in the path where sinners walk, nor sits down into relax and rest, where the scornful and the mockers gather." പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ലൈഫ് ഒരു അല്പസമയം ഇവിടെ ഉള്ളൂ. ഈ സമയം നമ്മുടെ ഇന്നർ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആരോടും കയ്പില്ലാതെ എല്ലാവരും സ്നേഹിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഇന്നർ ലൈഫ് ഒരുക്കുക. എങ്കിൽ നമ്മുടെ ഔട്ടർ ലൈഫ് റിസൾട്ട് ഉള്ളതായി, ഫലമുള്ളതായി തീരും. അല്ല എങ്കിൽ അത് എപ്പോഴും തളർന്നതും ഒടിഞ്ഞതും പരാതി പറയുന്നതും ഒക്കെയായി നമ്മൾ അവസാനിക്കാനിടയാകും. നമ്മളുടെ കർത്താവ് അന്വേഷിക്കുന്നത് ഫലമാണ് എന്നോർക്കുക, ഇലയല്ല, ഫലം. My dear brethren, we have only a short span of time on this earth. Hence, let us keep ourselves properly. Let our love be based on God, and let us do the will of God. Let us try to please God. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചാട്ടെ. എങ്ങനെയാണ് എൻ്റെ ഇന്നർ ലൈഫ്? കയ്പ് സൂക്ഷിക്കുന്ന, വിഷം സൂക്ഷിക്കുന്ന ഒരു വിഷക്കുപ്പിയാണോ എൻ്റെ ഹൃദയം? അതോ ദൈവത്തിൽ ഡീപ്പ് റൂട്ടുള്ള, തായ്വേരുള്ള ക്രിസ്തു ഹൃദയത്തിൽ വസിച്ച് ദൈവത്തിൽ റൂട്ട് ചെയ്യപ്പെട്ട, ഇടപ്പെട്ട ഒരു വ്യക്തിയാണോ ഞാൻ? അവനവനെ തന്നെ ഒന്ന് പരിശോധിക്കുക. എൻ്റെ വീട്ടിലുള്ളവരോട് എനിക്ക് കയ്പുണ്ടോ? എങ്കിൽ ആ കയ്പ് എൻ്റെ ജീവിതത്തിൽ റിലീസ് ചെയ്യപ്പെട്ട് എന്നെ അശുദ്ധമാക്കും. എൻ്റെ അമ്മയോട്, എൻ്റെ നാത്തൂനോട്, എൻ്റെ ജോലിക്കാരോട്, എൻ്റെ യജമാനോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ ബിസിനസ് പാർട്ട്ണറോട്, എൻ്റെ കൂട്ടു ശുശ്രൂഷകനോട് കയ്പാണോ എൻ്റെ ഹൃദയത്തിൽ? അത് അനേക വേരുകളെ മുളപ്പിക്കും. അത് അനേകരെ അശുദ്ധമാക്കും.
അത് എൻ്റെ ശരീരത്തിന് രോഗമായി മാറും. അങ്ങനെയെങ്കിൽ ഞാനിനി അത് എന്തിനാ എൻ്റെ അകത്ത് വയ്ക്കണം? യേശു അതിനെ നിർവീര്യമാക്കാൻ ഒരു കാര്യം പറഞ്ഞു തന്നു. നിന്റെ ശത്രു നിന്നെ ഉപദ്രവിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവരോട് നീ പ്രാർത്ഥിക്കുക. ആ കയ്പിനെ നിർവീര്യമാക്ക. നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്ക. ആ കയ്പിനെ നീ നിർവീര്യമാക്ക. കയ്പ് നിന്റെ അകത്തുള്ളത് നിനക്ക് നല്ലതല്ല. നിന്റെ ഫങ്ഷനാലിറ്റി അത് എടുത്ത് കളയാം. നീ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടതായതുകൊണ്ട് നീ ശപിക്കരുത് ഒരുവനെയോ. നിന്റെ വായ് കൊണ്ട്, നിന്റെ നാവെന്ന തൂലിക കൊണ്ട് നീ തെറ്റായി ഒന്ന് രജിസ്റ്റർ ചെയ്യരുത് ആത്മലോകത്ത്. അരുതാത്തത് നാവ് കൊണ്ട് പറയരുത്. അവോയ്ഡ് ഓൾ ഈവിൾ കമ്പനി. തെറ്റായ എല്ലാ കമ്പനികളും ഒഴിവാക്കുക. ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിച്ച ഈ നിമിഷം ആ കയ്പ് എനിക്ക് ആരോടെങ്കിലും ഉണ്ടെന്ന് അകത്തൊരു ബോധമുണ്ടെങ്കിൽ അതെടുത്ത് കളയുവാൻ ശ്രമിക്കുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫങ്ഷൻ ഏറ്റവും മനോഹരമാകണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് തെറ്റായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു താലന്ത് കൊടുത്തിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം ദൈവത്തെക്കുറിച്ച് അവന് തെറ്റായ ഒരു മനോഭാവമാണ്. എന്നാൽ തിരിച്ചറിയ, നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നമുക്ക് തരാൻ ദോഷമൊന്നുമില്ല. നീതിയിൽ സൂര്യനായ നമ്മളുടെ അപ്പൻ, ദൈവത്തിന്റെ ഏക പരിശുദ്ധനായ നമ്മളുടെ ക്രിസ്തു, ആ ഒരു മനോഭാവം ഉള്ളിൽ വരട്ടെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടിയല്ല, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ സൃഷ്ടാവിന് വേണ്ടിയാണ് എന്ന മനോഭാവത്തോടുകൂടെ ഒരു മകൻ അപ്പന് വേല ചെയ്യുന്നത് പോലെ ദൈവപ്രവർത്തികൾ ചെയ്യുവാൻ നമുക്ക് ഈ ജീവിതം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പക്ഷയില്ലാത്ത ഒരു മറുപടി, ഒരു റിപ്ലൈ നമുക്ക് കൊടുക്കാം. എക്സ്ക്യൂസ് ഇല്ലാത്ത ഒരു റിപ്ലൈ നമുക്ക് കൊടുക്കാം. യേശു പറഞ്ഞതുപോലെ തന്റെ ശുശ്രൂഷയുടെ ഒടുവിൽ പിതാവിനെ നോക്കി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നീ തന്ന പ്രവൃത്തി ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു, ഞാൻ ഫിനിഷ്ഡ്, ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. അതിനെല്ലാം ആദ്യം വേണ്ടത് എ പ്യൂർ ഇന്നർ ലൈഫ്. കയ്പില്ലാത്ത, ദൈവസ്നേഹത്താൽ നിറഞ്ഞ, തായ്വേരുള്ള ഒരു ഇന്നർ ലൈഫ്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടിയ തായ്വേരുള്ള ഒരു ഇന്നർ ലൈഫ്. പലരും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, തിന്മ പറഞ്ഞിട്ടുണ്ടാകാം, സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാകാം, ഓഫീസിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടാകാം. പലതും ഓർത്ത് വെക്കാൻ പലതുമുണ്ട്. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് അതൊന്നും വേണ്ട. ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നവളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുറകിലുള്ളത് കാത്തു സൂക്ഷിക്കാനുള്ള ചവിറ്റു കൊട്ടയല്ല എൻ്റെ ഹൃദയം. ദൈവസ്നേഹത്തിൽ വേരൂന്നുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കുഞ്ഞെ, നീ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയം നിന്റെ അകത്തുനിന്ന് ആ കയ്പുകൾ എടുത്തു മാറ്റുവാൻ, അവർക്ക് വേണ്ടി നീ, നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന സമയം നീ പോലും അറിയാതെ നിന്റെ അകത്ത് നിന്ന് ആ സൗഖ്യമാക്കുന്ന നദി നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും പല പല രോഗങ്ങളും വേദനകളും നിന്റെ ഉൾത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് തള്ളി തെറിച്ചു പോവുകയും ചെയ്യുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നാവ് കൊണ്ട് തെറ്റായി ഒന്നും പുറത്തേക്ക് എടുക്കരുത്. നിന്റെ വായ് നിന്റെ ശരീരത്തിന് പാപകാരണമായി തീരരുത്. അബ്ദവശാൽ വന്നുപോയെന്ന ആത്മലോകത്തിലെ ദൂതന്റെ മുമ്പാകെ നീ പറയുവാൻ ഇടയാകരുത്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന സന്ദേശത്തിനായി നന്ദി. കീപ് എ പ്യൂർ ഇന്നർ ലൈഫ്, എ പ്യൂർ ഇന്നർ ലൈഫ്. എല്ലാവരെയും നീതിയിലേക്ക് തിരിക്കുന്ന വ്യക്തിത്വങ്ങളായി ഞങ്ങൾ മാറുവാൻ
എല്ലാവരെയും സ്നേഹിപ്പാൻ. അങ്ങ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഫലം എന്തിയെന്ന് ചോദിക്കുമ്പോൾ ഇല കാണിക്കാതെ ഫലം കാണിക്കുന്നവരായി തീരുവാൻ ഞങ്ങളുടെ ഉള്ളിൽ നല്ലൊരു റൂട്ട് സിസ്റ്റം അങ്ങ് തരണമേ. തായ്വേരുള്ള ശാഖാവേരുകളുള്ളവരായി ഞങ്ങൾ മാറുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ. രോഗികളായിരിക്കുന്നവർ അകത്തെ കയ്പുകൾ എടുത്ത് മാറ്റി ദൈവത്തിന്റെ തീരുമാനമെടുത്ത് ആ രോഗത്തോട് വിട്ടുപോകാൻ നിങ്ങൾ പറയുന്നുവെങ്കിൽ ആ രോഗം വിട്ടുപോകാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോകും. ക്വാളിഫിക്കേഷൻ ഇല്ല, ഇപ്പോഴും കയ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോകത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ നാശത്തിന് നമ്മൾ തന്നെ എന്തിന് കാരണമാക്കണം? അതെല്ലാം വിട്ടുകള കയ്പ്. സ്വർഗസ്ഥ പിതാവേ, അപ്പം ഈ കയ്പും എല്ലാം അകത്ത് വെച്ചിരിക്കുന്നത് വിട്ടുകളഞ്ഞ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർ പരിപൂർണ സൗഖ്യമുള്ളവരാകാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ രക്തത്താൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പാപക്കറകളും ഇപ്പോൾ കഴുകി കളയപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദ കാഴ്ചവൃതിയിൽ കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ കയ്പ് മൂലം ഉണ്ടായിട്ടുള്ള സകല രോഗങ്ങളും വേദനകളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോവാൻ കൽപ്പിക്കുകയാണ്. മേലിൽ അവിടെ കാണരുത്. പ്രിയ നല്ല പിതാവെ, കയ്പ് വിട്ടുകളയാൻ പ്രയാസമായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെങ്ങ് സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് എങ്ങനെ ക്ഷമിക്കുന്നുവോ അതേപോലെയാണ് അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുന്നതിനുള്ള വചനം ഉപയോഗിച്ച്, ആ വചനം എന്ന ലോഷൻ ഉപയോഗിച്ച് ആ കയ്പ് വിട്ടുകളയാൻ അവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ പേരും കൂട്ടായിരിക്കണം. ഇവരുടെ തലമുറകൾ ഇവരുമായി ബന്ധപ്പെട്ട സകലതും അങ്ങാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. സർവ്വത്തിലും ഈ മക്കളൊരു അനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ. അപ്പാ, താങ്ക് യു ഫോർ ദ വേർഡ് ഡാഡി. താങ്ക് യു ഫോർ ദ വേർഡ് ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഒരു അദൃശ്യമായ ആ ഇന്നർ ലൈഫ് വളരെ പ്യുവറായിട്ട് സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ.